Nucleus Properties Close Encounter, brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് വിരൽത്തുമ്പിലെ സൂര്യൻ. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. PC ജോർജാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. എന്തുദ്ദേശിച്ചാണ് ഇപ്പോൾ രാജി? എന്തുദ്ദേശിച്ചത് ശരി ഉദ്ദേശിച്ച് രാജി. കാരണം സ്പീക്കറുടെ അടുത്ത് കേസ് നിൽക്കുക. ഏത് നിയമം നോക്കിയാലും സ്പീക്കറിലുള്ള പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല. ഒന്നുകിൽ ഞാൻ നിയമസഭയ്ക്കകത്ത് വിപ്പ് ലംഘിക്കണം, ഇല്ലെങ്കിൽ നിയമസഭയ്ക്കകത്തെ പ്രവർത്തനത്തിലൂടെ ഞാൻ മറുഭാഗത്ത് പോയി എന്ന് ആ പാർട്ടി വിട്ടതായിട്ട് തെളിയിക്കണം. ഈ രണ്ട് കാര്യവും തെളിയിക്കാൻ ആർക്കും കഴിയില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ, ജൂലൈ മാസം അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഡിവിഷൻ ചോദിച്ചു, വോട്ട് ചോദിച്ചപ്പോൾ ഞാൻ 4 വോട്ട് UDF അനുകൂലമായി ഇടതുപക്ഷ മുന്നണിക്കെതിരായി വോട്ട് ചെയ്തു. എന്ന് മാത്രമല്ല, വളരെ ശക്തമായി ബഡ്ജറ്റ് പാസ്സാക്കുന്ന ശബ്ദ വോട്ടായിരുന്നു. പ്രതിപക്ഷം ബഹിഷ്കരിച്ചുകൊണ്ട് വോട്ടിങ് നടന്നില്ല. ശബ്ദ വോട്ടോടുകൂടി ഞാൻ സഭയിലിരിക്കുമ്പോൾ ശബ്ദ വോട്ടോടുകൂടി ഈ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള അപ്രോപ്രിയേഷൻ ഫൈനാൻസ് ബില്ലൊക്കെ പാസ്സാക്കി. അത് എൻ്റെ ബാധ്യത, ഭരണഘടനാ ബാധ്യതയാണ്. രാഷ്ട്രീയ മാന്യതയുടെ പ്രശ്നമുണ്ട്. 5 കൊല്ലത്തേക്ക് പൂഞ്ഞാറിലെ ജനങ്ങൾ എന്നോട് UDFിനോടൊപ്പം നിൽക്കാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് എന്നെ വോട്ട് ചെയ്തത്. ആ നിലയ്ക്ക് ഇപ്പോൾ ലാസ്റ്റ് നിയമസഭാ സമ്മേളനത്തിൽ വരെ ഞാൻ അത് ചെയ്തിരിക്കുക. പിന്നെ എങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്? പക്ഷേ രാഷ്ട്രീയമായി KM മാണിയുടെ മുന്നിൽ ഒരിക്കൽ കൂടി അടിതെറ്റി എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. ആദ്യം വൈസ് ചെയർമാൻഷിപ്പ്, അത് കഴിഞ്ഞതിന് ശേഷം ചീഫ് വിപ്പ് സ്ഥാനം, ഇപ്പോൾ MLA സ്ഥാനം കൂടി KM മാണിയുടെ ആഗ്രഹപ്രകാരം PC ജോർജിന് കൊടുക്കാം. നല്ലതല്ലേ? വയസ്സിൻ്റെ ഒരു ആഗ്രഹം സാധിക്കട്ടെ, അതുകൊണ്ടും കൊടുക്കാം. പക്ഷെ വേറെ കാര്യമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാണിക്ക് മനസ്സിലാവും ജനയോടാണ്. മാണി രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞു. മാണി ആവശ്യപ്പെട്ടിട്ടാണ് ഈ മാണി രാജിവെക്കണമെന്ന് ഞാൻ പത്രക്കാരോട് പറഞ്ഞു. അല്ല, എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. മാർച്ച് 21-ാം തീയതി, ഈ കഴിഞ്ഞ മാർച്ച് 21-ാം തീയതി ഞങ്ങൾ കോട്ടയത്ത് കമ്മിറ്റി കൂടുമ്പോൾ ഞാനും മാണിക്ക് വേണ്ടി വർത്തമാനം പറയാൻ ഞാനും ഉള്ളൂ. മാണിക്കെതിരാണ് കമ്മിറ്റിക്കകത്ത് ബഹുഭൂരിപക്ഷം ആളുടെയും വികാരം. 22-ാം തീയതി ഞാൻ മാണി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറഞ്ഞതാണ്. മനസ്സിലായി? പത്രക്കാരിക്കും അങ്ങനെ പറയാൻ പറ്റുമായിരുന്നു. എന്നിട്ടാണ് 23-ാം തീയതി എന്നെ മുന്നണിയിൽ നിന്ന് മാറ്റണമെന്നും പാർട്ടിയിൽ നിന്ന് ചീഫ് സ്ഥാനം വേണമെന്ന് മാണി കത്ത് കൊടുക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ഒരു വഞ്ചനയല്ലേ നടത്തുന്നത്? അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് ഉത്തരവാദിത്വമില്ലേ? രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്വമില്ലേ? യോജിപ്പിക്കാനുള്ള മാനദണ്ഡത്തിന് വിരുദ്ധമായ മാണിയുടെ പ്രവർത്തനം നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി പറയണ്ടേ PC ജോർജിനെ പുറത്താക്കി, PC ജോർജ് പാർട്ടി കൊണ്ട് പോകട്ടെ? പക്ഷേ PC ജോർജ്, ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? താങ്കൾക്ക് ഈ 3 പദവികളും ഒഴിഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് തിരികെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പലരെയും വീഴ്ത്തും, പലരെയും വാഴ്ത്തും. അതിലൊരാളായിരിക്കും താങ്കൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിൽ തന്നെയും നോക്കുക, ഒരു രാഷ്ട്രീയ പിന്തുണ PC ജോർജിനുണ്ടോ? UDF സർക്കാരിലെ പെണ്ണുപിടിക്കും അഴിമതിക്കും കൂട്ടുനിൽക്കാനാകില്ല എന്ന് പറഞ്ഞ് ആ മുന്നണിയിൽ നിന്നിറങ്ങി വന്ന് LDFന് പിന്തുണ കൊടുക്കുന്ന ഒരാൾക്ക് LDFിൽ നിന്ന് സാധാരണഗതിയിലൊരു രാഷ്ട്രീയമായ സുരക്ഷിതത്വം ലഭിക്കണം. ആ സുരക്ഷിതത്വം ഇപ്പോൾ ശ്രീ PC ജോർജിന് ലഭിക്കുന്നുണ്ടോ? ഈ രാഷ്ട്രീയത്തിൽ കേട്ടോ, നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ മാറ്റം ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം അതാണ്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും, കോൺഗ്രസ് നേതൃത്വ മുന്നണി, CPM നേതൃത്വ മുന്നണി, ഈ 2 മുന്നണി നിന്നുകൊള്ളണം എന്ന് നിർബന്ധിക്കുന്നത് എന്തിനാ? മുന്നണി കയറണം നിർബന്ധിക്കുന്നത് അധികാര സ്ഥാനത്തുള്ള പ്രമത്തതയും അതിമോഹവുമാണ്. മുന്നണി ചേരണം എന്നും പറഞ്ഞ് ആളുകൾ ചാക്കിടുന്നതിന് കാരണം. ഇത് മുന്നണി ചേരുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയാം. ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു എന്നുള്ളൊരു വിഷയം രാഷ്ട്രീയമായി ഉയർത്താൻ CPMഉം LDFും തയ്യാറാകുന്നുണ്ടോ? PC ജോർജ് അവിടുത്തെ പെണ്ണുപിടിയും അഴിമതിയും എതിർത്ത് ഇങ്ങോട്ട് വന്നയാളാണ് എന്ന ബോധ്യത്തിൽ അവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ഞാൻ പറയാം, തീർച്ചയായിട്ടും അവരെ ഒരു സ്ഥലത്ത് പോലും എനിക്ക് എതിരായി സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPMന് CPIയുടെ നേതാക്കന്മാർ, നമ്മുടെ JNCPയുടെ നേതാവ് ഉൾപ്പെടെയുള്ളവർ വളരെ മാന്യമായ സമീപനമാണ് ഈ നിമിഷം വരെ എന്നോടും എൻ്റെ പ്രവർത്തനോടും കാണിച്ചിട്ടുള്ളത്. പൂഞ്ഞാർ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ഞങ്ങളങ്ങോട്ട് മുന്നണിയിലില്ലല്ലോ. ഞങ്ങളങ്ങോട്ട് ഇത്ര സീറ്റ് വിടഞ്ഞ് വഴക്കുണ്ടാക്കാൻ ചെന്നില്ലല്ലോ. പക്ഷേ അവർ വിളിക്കുകയാണ് ചെയ്തത്.
അവർ വളരെ മാന്യമായി വിളിച്ച് ഞങ്ങൾക്ക് സീറ്റ് തന്നു. ഇപ്പം കെ എം മാണിയുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലാണല്ലോ, UDFുമായുള്ളൊരു ഏറ്റുമുട്ടലിലാണല്ലോ. ഈ ഒരു സെഷൻ വേണമെങ്കിൽ PC ജോർജിന് അഭിമുഖീകരിക്കാവുന്നതേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ LDF തരികയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനും മുന്നിൽ നിന്ന് പറയണം, PC ജോർജ് അവിടുത്തെ അഴിമതിയും മറ്റു കൊള്ളരുതായ്മകളും കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. PC ജോർജിന് ആ നിലയിൽ അവരെന്തുകൊണ്ട് സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല? ഞാൻ അവരുടെ ഇതുവരെ അങ്ങനെ ഒരു സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണനുമായി വേദി പങ്കിട്ടിരുന്നു. കോടിയേരിയോട് ചോദിച്ചോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന്? ഞാൻ കോടിയേരിയോട് അങ്ങനെ ചോദിക്കുന്നത് മര്യാദയാണോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ചോദിക്കുന്നത് തെറ്റാണ്. കാരണം അദ്ദേഹത്തിന് മുന്നണിയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായി യോജിച്ചാണ് സഹകരിച്ചു പോകുന്ന പാർട്ടികളായി കേരള കോൺഗ്രസ് സെക്യുലറിനെ ഇതിനകം തന്നെ LDF കാണുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് താങ്കളോടൊപ്പം വേദി പങ്കിടുന്നത്. ആ മാന്യത അവർ തന്നിട്ടുണ്ടെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, CPM-ആയിട്ടൊരു ചർച്ച കോടിയേരിയോട് സംസാരിച്ചപ്പോൾ ഞാൻ കാഷ്വലായ ചർച്ചയല്ലാതെ ഒരു ആധികാരികമായി സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ രാജിവെക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം രാജി എന്തിനാണ് വെക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. എന്തിന് MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു ചോദ്യം കൂടി അവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് പ്രസക്തമാണ്. 29-ാം തീയതി താങ്കളിപ്പോൾ നഖശികാന്തം എതിർക്കുന്ന ആളാണല്ലോ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ശ്രീ KM മാണി. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വിജിലൻസ് കോടതി വിധി പറയാനിരിക്കുകയാണ്. 29-ന് വിധി പറയുമോയെന്നറിയില്ല, 29-നേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്നുണ്ടാകും എന്ന നിഗമനത്തിലാണ് പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു മാണിക്ക് അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള വിധി ഉണ്ടാകണം. അത് രാഷ്ട്രീയമായി ഒരുപക്ഷെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെട്ടേക്കാം. 2, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു വലിയ രാഷ്ട്രീയ ദിശാമാറ്റത്തിൻ്റെ സൂചനയായിട്ടാണല്ലോ നിങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇനി ഒരു സിറ്റിംഗ് കൂടി താങ്കളുടെ വിഷയത്തിൽ നടത്താൻ കഴിയൂ. കാരണം VS സുനിൽകുമാർ MLA അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് സിറ്റിംഗ് വരാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത സീൻ ഉള്ളൂ. ഇതുവരെയുള്ള സീൻ അവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സീൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സീനിലേക്ക് താങ്കൾ പ്രവേശിക്കുന്നതിന് മുമ്പ്, അതിന് കർട്ടൻ ഉയരുന്നതിന് മുമ്പ് ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചത് മണ്ടത്തരമായി പോയോ? ഇല്ല, മണ്ടത്തരമല്ല, നീതിബോധം ഉള്ള ആളെന്ന നിലയിൽ തന്നെ ചെയ്തതായിട്ട് ജനം കണക്കാക്കും. നികേഷ് മനസ്സിലാകാത്തൊരു കാര്യം, കഴിഞ്ഞ 15-ാം തീയതി 12-ാം തീയതി കമ്മിറ്റി, അത് കഴിഞ്ഞ് 15-ാം തീയതി കമ്മിറ്റി, സാധ്യതയെന്ന് പറഞ്ഞു 17 പറഞ്ഞു. അതായത് ഞങ്ങൾ ഒരു പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് പോലും നമ്മുടെ ആവശ്യപ്രകാരം ഒരു കമ്മിറ്റി മാറ്റി വെച്ചിട്ടില്ല. സിറ്റി സ്പീക്കർക്ക് ഉത്തരവ് കിട്ടിയില്ല. 15-17 ആയത് ഞാൻ വിചാരിച്ചു ഞാൻ അപേക്ഷിച്ചിട്ടല്ല, എൻ്റെ അപേക്ഷ അല്ല, അവരെൻ്റെ അപേക്ഷയാണെന്ന് സ്പീക്കർ പറയുന്നെങ്കിലും വാദിയായ ഉണ്ണിയാടൻ ചീഫ് വിപ്പാണ് കോൺഫറൻസിൽ പോയിരിക്കുക. അയാൾ 16-ാം തീയതി ഉള്ളതുകൊണ്ട് തന്നെ 17-ാം തീയതി വെച്ചത്. മുഖ്യമന്ത്രി അസൗകര്യം അതൊക്കെയാണ്. ഈ 17-ാം തീയതി വെച്ച് കഴിഞ്ഞ് വീണ്ടും 26 പ്രഖ്യാപിക്കില്ലേ? മനസ്സിലാക്കണം. അതിന് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപനം. PC ജോർജിന് വലിയ വിശ്വാസമായിരുന്നു സ്പീക്കർ എൻ ശക്തനിൽ. സ്പീക്കർ മാന്യനാണ്, പക്ഷേ പാർട്ടി തീരുമാനത്തിൽ വഴങ്ങാതിരിക്കാൻ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലെ അദ്ദേഹം കോൺഗ്രസിൻ്റെയും പഴയ മാണിയുമാണ്. അപ്പം മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും തീരുമാനത്തെ വിരുദ്ധമായി ഒരു തീരുമാനം പറയാനുള്ള ഉമ്മൻചാണ്ടിയുടെയും തീരുമാനത്തിനപ്പുറത്തേക്ക് നിയമവശങ്ങൾ പരിശോധിച്ച് ജുഡീഷ്യസ് ആയിട്ടുള്ള തീരുമാനം എടുക്കേണ്ടയാളാണ് സ്പീക്കർ പദവിയിൽ ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടില്ല? എൻ്റെ അനുഭവം പറയാം, ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞു, എൻ്റെ കേസ് ഡിസ്പോസ് ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞത് എന്താ, PCR ഉയർത്തിയിരിക്കുന്ന ആരോപണം ഗ്രേവ് ക്രൈമാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ അത് അന്വേഷിച്ച് തീരുമാനമെടുക്കുന്നു കരുതുന്നു. അതാണല്ലോ ഹൈക്കോടതി വിധി. ഈ നിമിഷം വരെ ഒരു അന്വേഷണം വെച്ചോ അദ്ദേഹം? എന്തുകൊണ്ട് അന്വേഷണം താങ്കൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നില്ല? ഞാൻ ഡിവിഷൻ ബെഞ്ചിലോട്ട് പോയാലും അത് കാരണം അതാണ് വളരെ പ്രസക്തിയുള്ള കാര്യം. ഒരു മുഖ്യമന്ത്രി അല്ല ഒരു സ്പീക്കറോട് ഒരു ഭരണഘടനാ സ്ഥാപനം, വേറൊരു ഭരണഘടനാ സ്ഥാപനം കോടതി അങ്ങനെ പറയണമെങ്കിൽ അത്ര ആർജവമുള്ള ജഡ്ജിമാർ വേണം. അത് പറയാൻ ആർജവമുള്ള ജഡ്ജിമാർ കേരളത്തിലുണ്ടെന്നൊരു തോന്നൽ എനിക്കില്ല. ഞാൻ നിയമസഭയിൽ കോടതി ഇടപെടണമെന്നാണ് കഴിഞ്ഞ 10-20-30 കൊല്ലത്തോളം എൻ്റെ അഭിപ്രായം അത്. പക്ഷേ പ്രൊസീജിയർ എറർ ഉണ്ടെങ്കിൽ ഇടപെടാമെന്ന് ഭരണഘടന പറയുന്നുണ്ട്, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതിക്ക് ഇടപെടാം. ഇത് പ്രൊസീജിയർ എററാണ്. പക്ഷേ ഒന്ന് ആലോചിക്കണം, ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് ടുഡേ ഇട്ട് ആർഗ്യുമെൻറ്റ് വന്നപ്പോഴത്തേക്കിന് ഉണ്ണിയാടൻ്റെ വക്കീൽ അവിടെ വന്നിരിക്കുക. ആരോട് ചോദിച്ചിട്ട് അയാൾ വന്നത്? ആരും വിളിച്ചോ? പക്ഷേ PC ജോർജ്
ഇപ്പോൾ സ്പീക്കർ ശക്തനുമായിട്ടൊക്കെ സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ള ആളാണല്ലോ താങ്കൾ. അതെ. സ്പീക്കറുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ എന്ന് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സറിയാൻ പി.സി. ജോർജ് എന്തായാലും ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എൻ്റെ തീരുമാനം, ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ്? അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയും സുധീരനും കെ.എം. മാണിയും ഇതേ മാനസിക നിലപാട് തീരുമാനമെടുത്തിരിക്കുമ്പോൾ അതിന് വിരുദ്ധമായി നിയമപ്രകാരം വിധി പറയാൻ സ്പീക്കറിന് ശക്തിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കാരണം കോഴിക്കോട് ഇന്നലെ നമ്മുടെ ഉണ്ണിയാടൻ കേസ് തീരാൻ പോവാൻ അയാൾ എങ്ങനെ അറിഞ്ഞത്? കേസ് തീരാൻ പോവാണെന്ന് വിധി അടുത്തിരിക്കുക. അപ്പോൾ വിധി എഴുതി വെച്ചിരിക്കുകയാണ് അവർ. അതിൻ്റെ അർത്ഥം അതല്ലേ? ഉണ്ണിയാടനും സ്പീക്കറും നിയമസഭാ സെക്രട്ടറിയും. സംശയം ഉമ്മൻചാണ്ടിക്ക് കെ.എം. മാണിക്കും താങ്കളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കിയിട്ട് എന്ത് കിട്ടാനാണ്? അവരുടെ വാശി, വൈരാഗ്യം. മനസ്സിലായില്ലേ? ഞാനല്ലേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിയമസഭയ്ക്കകത്തൊക്കെ ഇതുപോലെ UDFനെ സംരക്ഷിച്ച ആൾ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനല്ലേ. ഉമ്മൻചാണ്ടി 3 മാസം കഴിയുമ്പോൾ രാജിവെക്കാൻ ഓടിയവനല്ലേ. ഞാനല്ലേ ആ രാജിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തത്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. നന്ദി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അറിയാവുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ കുറവാണ്. നികേഷ്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ തന്നെ ചർച്ചയിൽ പലരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ. ഒന്ന്, ഉമ്മൻചാണ്ടിയെ ശെൽവരാജ് MLA കൊണ്ടുകൊടുത്തത്. 2, പാമ്പുലം കേസിൽ ആ ജഡ്ജിയെ ഓടിച്ചത്. 2ഉം പി.സി. ജോർജ് ആയിരുന്നു. ഇത് 2ഉം ഇല്ലായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് തുടരാനാകുമായിരുന്നില്ല. ഞാൻ തന്നെയാണ് ഈ ഗവൺമെൻറ്റിനെ പിടിച്ചു നിർത്തുന്നത്, എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ അതിൻ്റെ നന്ദിയോ മര്യാദയോ നീതിബോധമോ ഈ നേതാക്കന്മാർക്കില്ല. നികേഷ്, ഞാൻ തുറന്നു പറയും, എൻ്റെ മുമ്പിലുള്ള പ്രശ്നം എന്താ? ഒരു പി.സി. ജോർജ് കുറച്ചുകൂടെ സത്യസന്ധമായി പറയണം. ഞാൻ ഈരാറ്റുപേട്ട വരെ വന്നതാണ്. ഈ വിജിലൻസ് ജഡ്ജിയെ ഓടിക്കാനുള്ളൊരു തീരുമാനം നിങ്ങൾ രാഷ്ട്രീയമായി എടുത്തതാണ്? അല്ല, എന്നെ വിശ്വസിച്ചു അല്ല. ഞാൻ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജഡ്ജസ്മാരെല്ലാം കൂടി ചേർന്നുള്ള ഒരു പാർട്ടിക്കകത്ത് വെച്ച് ജഡ്ജിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ജുഡീഷ്യൽ ഓഫീസേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ഉൾപ്പെടെ TV വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 3 മാസമുണ്ട്, അത് കഴിയുമ്പം ഇറങ്ങിക്കോളും ഒരു കമൻറ്റ് വന്നു ഈ ജുഡീഷ്യൽ ഓഫീസർ ഹനീഫയുടെ വായിൽ. അപ്പോൾ അത് അടുത്തിരുന്ന ആൾ കേട്ട് ജഡ്ജി അങ്ങനെ എന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെ ഈ 3 മാസം കഴിയുമ്പോൾ ഉമ്മൻചാണ്ടി രാജിവെക്കാന്ന് വല്ലതും ഉണ്ടോ? അതെന്താ? ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു കേസും ഇല്ല. ഞാൻ പിന്നെ പരിശോധിച്ചു, ആകെ ഉള്ള ഈ ഒറ്റ കേസാണ് ഈ പാമ്പുലം കേസ്. ആ കേസിൽ ഇങ്ങനെ സാക്ഷിയോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ കുഴപ്പമില്ല, പാമ്പുലം കേസിൽ എന്തെങ്കിലും ആളെ കയറി അടിക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഇത് പാമ്പുലം കേസ് വരുന്നതിന് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരിക്കലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയും ഫയല് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുതന്നെയല്ല, ഈ പാമ്പുലം കേസ് CPMന് കൊണ്ട് കൊടുത്തത് കേസാക്കാനുള്ള നടപടി സ്വീകരിച്ച് എം എം ഹസൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഫയൽ മുഴുവൻ കൊണ്ടുപോയി AK സെൻറ്ററിൽ കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ AK സെൻറ്ററിൽ ഇതിന് ഈ കേസ് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതുകൊണ്ട് അവർ കേസിലേക്ക് പോയി VS. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഉമ്മൻചാണ്ടി പ്രതിയാകില്ലെന്ന് വിചാരിച്ചിരിക്കുക ഉമ്മൻചാണ്ടി. പക്ഷേ കേസിനകത്ത് തുടരന്വേഷണത്തിനും ജഡ്ജിക്ക് ഒരു അബദ്ധം പറ്റിയത്. ജഡ്ജി സ്പീഡ് കൂടി പോകാതെ അല്പം താമസിച്ച് വിസ്താര സമയത്ത് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയെന്ന ജഡ്ജി പറഞ്ഞിരുന്നത് ഉമ്മൻചാണ്ടി കിടഞ്ഞേനെ, വെള്ളത്തിൽ പോയേനെ. പക്ഷേ ആവേശം കൂടിപ്പോയി. പക്ഷേ ജഡ്ജിയെ പാകിസ്ഥാൻ ചാരനാക്കാനുള്ള തീരുമാനം തിരിച്ചില്ല. അത് വൃത്തികേട് പറഞ്ഞുണ്ടാക്കിയതാണ്. വൃത്തികേട്. ഞാനങ്ങനെ അയാളെ ഒരു ജഡ്ജി എപ്പോഴും പാകിസ്ഥാൻ ചാരുന്നു. ഞാൻ പറഞ്ഞതെന്നറിയാം, പാകിസ്ഥാനിലാണെങ്കിൽ പോലും ഈ നിയമം നടക്കേണ്ടോ എന്ന് പറഞ്ഞു. കാരണം ഇന്ത്യ വെടിവെച്ച് കൊല്ലുന്ന നിയമമല്ല അവിടുത്തത്. അവിടെ പോലും ഇല്ലാതെ നിയമം ഇവിടെ നടപ്പാക്കില്ലോ എന്ന് പറഞ്ഞതാണ് ഈ ചർച്ച. പക്ഷേ പാകിസ്ഥാൻ ചാരനാണ് എന്ന് പി.സി. ജോർജ് പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ജഡ്ജി എനിക്കിവിടെ തുടരാനാകില്ല അങ്ങനെ പറയല. അങ്ങനെ ഞാൻ ഇന്ന് എന്തായാലും ആ ജഡ്ജി അവിടെ തുടരാനാകില്ല എന്ന് പറഞ്ഞത് താങ്കളെ കൊണ്ടാണല്ലോ. അല്ല, ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഈ ജഡ്ജിക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതി തകർത്തത് നികേഷാണ്. മനസ്സിലായില്ലേ? ആ രഹസ്യം ഞാൻ ആരോടും പറയാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ തമ്മിൽ സംസാരിച്ചു, അറിയാതെ ഞാൻ നികേഷിനോട് സത്യം പറഞ്ഞു ഹൈക്കോടതി ഇവൻ തട്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കാഷ്വലായിട്ടൊക്കെ പറയുക. നികേഷ് അത് വാർത്തയാക്കി. അതോടുകൂടി ചീഫ് ജസ്റ്റിസിൻ്റെ ഇടപെടൽ നടന്നില്ല. കൊളീജിയം കൂടിയതാണ്. തട്ടുമടിച്ചതിൻ്റെ ഒറ്റ 24 മണിക്കൂർ ശേഷം ആ രഹസ്യം ഞാൻ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഈ ജഡ്ജിയുടെ പേര് നടപടി ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സന്തോഷവാനായിരുന്നു ഈ ഒരു നടപടിക്രമങ്ങളിൽ ഉമ്മൻചാണ്ടി? അയ്യോ, പെരുത്ത് സന്തോഷമായിരുന്നു. ആ സ്നേഹം ഭയങ്കരമായിരുന്നു. സെൽവരാജിൻ്റെ കാര്യത്തിലോ? സെൽവരാജ് ഇത് കൂടി സന്തോഷമുണ്ടോ? അതിൻ്റെ കാര്യം പറയാം.
72, 68. അതിൽ 68-ൽ നിന്ന് ഇങ്ങോട്ട് വരിക ജയിച്ചു കഴിയുമ്പോൾ. അപ്പോൾ 73, 67. 73, 67 ആകുമ്പോൾ സ്വാഭാവികമായി 4 MLA പോയെങ്കിലേ ഗവൺമെൻറ് പോകും. മനസ്സിലായോ? പിടികിട്ടിയോ? അതായത് കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസ്സോ ശ്രമിക്കാതെ ഈ ഗവൺമെൻറ് പോവുകയില്ല. ആ നിലയിലുള്ള സുരക്ഷിതത്വമാണ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്ത ഒരു MLA എന്നുള്ള നിലയിലുള്ള പ്രാധാന്യം മാത്രമല്ല, അല്ല, ആദ്യം 3 കക്ഷികൾ, അതായത് പിന്നീട് വരുന്ന ഈ ചെറു കക്ഷികൾ RSPO ഒന്നും പ്രശ്നമല്ല. അതാണ് അതൊരു സ്ട്രാറ്റജി ആയിരുന്നു. ആരാണ് ഈ സ്ട്രാറ്റജി തീരുമാനിച്ചതിൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാവരും ഉണ്ട്. അനൗപചാരിക മാണി അറിഞ്ഞിട്ട് പോലുമില്ല. വന്നു കഴിഞ്ഞാൽ മാണി സന്തോഷം. ഈയന കാര്യമൊന്നും മാണിയായിട്ട് ഈ സാമ്പത്തിക കാര്യം കച്ചവടം മാത്രം മാണിയായിട്ടുള്ള ഈയന രാഷ്ട്രീയ കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടും, ഉമ്മൻചാണ്ടിയും കൂടും. രമേശ് ചെന്നിത്തല വേറെ ആരെയും കൂട്ടാറില്ല അവർ. ഈ അനൗപചാരിക സംഭാഷണങ്ങളിൽ ഈ പറയുന്ന 3 കക്ഷികൾ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സർക്കാർ പോയിട്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് ആഗ്രഹിക്കാൻ വയ്യ. കാരണം കേരള കോൺഗ്രസ് എത്ര 7 പേരാണ് നിങ്ങളുള്ളത്? 9 പേരുണ്ട്. 9 പേരുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് സർക്കാർ വീഴും. അതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല. ബാക്കിയുള്ള ചെറുകിട കക്ഷികൾ വിചാരിച്ചിട്ട് ഇവിടെ ഈ സർക്കാർ വീഴേണ്ടെന്ന് നിങ്ങളൊക്കെ തീരുമാനിച്ചത് സത്യം അതാണ്. സെൽവരാജന് എന്ത് കൊടുത്തു എന്ന് ഇപ്പോഴും പറയുന്നില്ല. എന്നെ വിശ്വസിച്ചു, സാമ്പത്തിക ഇടപാട് അതിനകത്തില്ല. തെറ്റിദ്ധാരണ. CPM ആരോപിച്ചിരുന്നത് അത് അവരുടെ തെറ്റിദ്ധാരണ. ഞാൻ അവരെന്നോട് ചോദിച്ചോളൂ, സത്യം ഞാൻ എങ്ങനെയാണ് ഒരു അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ ജയിച്ച ഒരാളെ കിട്ടുക നിങ്ങൾക്ക്? അത് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇദ്ദേഹത്തിന് തർക്കമുണ്ട് എന്ന് മാത്രം ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി അതെല്ലാം ഇയാളെ ഒഴിവാക്കി. ഇയാളെ VS പക്ഷമായിരുന്നൊക്കെ പറഞ്ഞു. അതല്ല, അയാളുടെ PA ഉണ്ട്, ഭയങ്കര അഴിമതിക്കാരനാണ്. അത് ഞാൻ സമ്മതിച്ചു. അയാളുടെ PA മോശമാണ്. പക്ഷേ ഇയാളെ കൂടെ ആ തെറ്റിലേക്ക് കൊണ്ടുവന്നു. ആ PA ഞാൻ PA വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ വളരെ നേരത്തെ തന്നെ ബന്ധമുള്ളതാണ്. അപ്പം ഞാൻ എന്നോട് സംസാരിക്കാതെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഉമ്മൻചാണ്ടിയും കണ്ട് ഇയാൾ സംസാരിച്ചിരുന്നു. അപ്പം ഇങ്ങനത്തെ കാര്യം ഞാൻ പറയാൻ ചെന്നപ്പോൾ അവർ എന്നെ സംസാരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അവർ. അല്ലാതെ ഞാൻ ബലമായിട്ട് ഉമ്മൻചാണ്ടിക്ക് ഏത് ഘട്ടത്തിൽ അത് അറിയാമായിരുന്നു? അതെന്ന് വെച്ചാൽ അങ്ങനെ നീളത്തിൽ പാലം അത് PWD മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി എൻ്റെ വളരെ ശക്തമായിട്ട് നീങ്ങി. പിന്നെ ചില ജോലി പ്രശ്നങ്ങൾ അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഹായിച്ചു. അങ്ങനെ കടപ്പാട് UDF-നോടുണ്ടായി, ഈ ഗവൺമെൻറ്റിനോട്, സെൽവരാജിന്. ആദ്യം PC ഓറിനോടാണോ സംസാരിച്ചത്, ഉമ്മൻചാണ്ടിയോടാണോ സംസാരിച്ചത് സെൽവരാജ്? എന്നോട് സംസാരിക്കുമായിരുന്നു. ഞാനത് ഇവരോടാരും പറഞ്ഞില്ല. ഞാൻ വളരെ പ്രാവശ്യം ഇങ്ങനെ അറിയുകയും പറയുകയൊക്കെ ചെയ്തെങ്കിലും ഞാൻ ഇവരോട് സംസാരിച്ചില്ലായിരുന്നു. വരട്ടെ എന്ന് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പറയാതെ തന്നെ ഇവർ ഈ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബായിട്ട് ബന്ധം സ്ഥാപിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇവരുമായിട്ട് ഞാൻ ഇങ്ങനെ നല്ല ബന്ധത്തിലാണ്, സംസാരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ സംസാരിച്ചു. അല്ലാതെ ഒരു MLA പിടിച്ചുകൊണ്ട് കൊടുത്താൽ ആ ഘട്ടത്തിൽ PC ജോർജ് ഇങ്ങനെ നിയമസഭയിൽ കൊടുക്കുന്ന നടക്കുമല്ലോ, വയറും വെറുപ്പിച്ച് നടക്കുമല്ലോ. അപ്പോൾ ഏവനെയാണോ ഒന്ന് കിട്ടുക എന്ന് നോക്കിയിട്ടായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്? അല്ല. അല്ലാതെ അവിടെ പിൻബെഞ്ചിൽ ആരോടും സംസാരിക്കാതിരിക്കുന്ന സെൽവരാജനെ ഇങ്ങനെ കണ്ടെത്തുക. സെൽവരാജ് ഞാനൊരു നേരത്തെ വലിയ ഇഷ്ടമാണ്. എന്നെ വിശ്വസിച്ചു, എല്ലാം ഇഷ്ടമായിരുന്നു. സെൽവരാജ് ആരോടും വർത്താനം പറയാറ് പോലും ഇല്ല. എന്നോട് വർത്താനം പറയാം. അതല്ലേ ആരും കൂട്ടത്തിൽ ഇല്ലാത്തവരല്ലേ എൻ്റെ കൂട്ടത്തിലുള്ളത് എപ്പോഴും. സെൽവരാജ് ഞാൻ വളരെ നല്ല ബന്ധമായിരുന്നു. ഇപ്പോഴും അയാൾ എന്നെ കുറ്റം പറയുന്നത് എന്നെ കാണുമ്പോൾ എന്നെ ഏറ്റവും ഇഷ്ടമാണ്. അതറിയാവും. സെൽവരാജ് ഭയങ്കര സ്നേഹമാണ്. ഞാനാകെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, സ്പീക്കറോട് പോലും ഇങ്ങേരാണ് രാവിലെ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. കാർത്തികേയനെ ഞാൻ വിളിച്ച തലേദിവസം രാവിലെ 8 മണിക്ക് വീട്ടിലുണ്ടാകുമോ, എന്താ ഒരു ജോലിക്ക് പോകണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എനിക്കൊന്ന് രാജിവെക്കണം. എന്ന് വിളിച്ചു. അതെ, എനിക്കൊന്ന് രാജിവെക്കണം, അതുകൊണ്ട് രാജിക്കൊത്ത് കൊണ്ട് നാളെ രാവിലെ വരികയാണ്, അവിടെ കാണണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ കണ്ടേക്കാം. എന്തിനാ PC അത് ചെയ്യുന്നത്? ഞാനാണെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് മാത്രം പറഞ്ഞ് ഫോണങ്ങ് വെച്ചു. അദ്ദേഹം അവിടെ ഈ സെൽവരാജെന്ന് അദ്ദേഹത്തിന് അറിയില്ല. രാവിലെ വിളിച്ച് ഇന്നയാളാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ സെൽവരാജിനെ ജയിക്കാനാവുമായിരുന്നില്ല TP ചന്ദ്രശേഖരൻ വധമില്ലായിരുന്നുവെങ്കിൽ. TPയുടെ വധം ഒരു പ്രശ്നമായി. PS-ൻ്റെ അവിടുത്തെ സന്ദർശനം, പോളിംഗ് ദിവസം, അതൊക്കെ ഒരു രാഷ്ട്രീയ നീക്കങ്ങളല്ലേ. PC ജോർജിന് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയൊരു സ്വീകരണം ലഭിക്കാത്തത്, PC എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാത്തത് ഈ നിന്നിടത്ത് കുഴിത്തുരുമ്പുണ്ടാക്കുന്ന ഒരാളെന്നുള്ളൊരു ഇമേജ് ഉള്ളതുകൊണ്ട് ഒരിക്കലും വരികയില്ല എന്നെപ്പറ്റി. കാരണം LDF-ൻ്റെ കാലത്തും ഇത് തന്നെയായിരുന്നു പണി. UDF-ൻ്റെ കാലത്ത് അല്ല പറയാം. LDF-ൻ്റെ കാലത്ത് ഞാൻ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടൊന്നും ചെയ്തില്ലല്ലോ.
സംഭവിച്ചതെന്ന് നികേഷെന്ന് ആലോചിച്ച് ഈ UDFിൻ്റെ ഭരണത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി മൂന്നാർ കയ്യേറ്റ ഭൂമി, മാണിയുടെ മതികെട്ടാൻ, നമ്മുടെ പീരുമേടിലെ തൊഴിലാളി സമരങ്ങൾ, തൊഴിലാളി പട്ടിണി, ഇതിനെല്ലാം പൂവാർ വിഴിഞ്ഞം കൊള്ള മാണിയുടെ, ഇതിനെല്ലാം ഞാൻ പരാതി കൊണ്ട് VSNDയിലും മുഖ്യമന്ത്രി കൊടുക്കും നടപടിയില്ലല്ലോ. VSND കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവെന്നില്ല. അപ്പോൾ VS വിളിക്കും, നമുക്ക് നോക്കിയേക്കാം, പോയേക്കാം, ഞാൻ കൂട്ടത്തിൽ പോകും. അതല്ല CPMനകത്ത് ഇങ്ങനെ ഒരു വിഭാഗീയതയോ ഒരു വിഭാഗീയതയിൽ ഇടപെട്ട് കളഞ്ഞു PC ജോർജ്. ഞാൻ ഇടപെട്ടതല്ലത്, അതാണ് തെറ്റിദ്ധാരണ. ഈ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ PC ജോർജിനെ പാലായിൽ മത്സരിപ്പിക്കണം എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഗ്രഹം എന്നാണ് ഇടനാഴിയിൽ കേൾക്കുന്നത്. ശരിയാണോ? ഞാൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പാടിക്കെതിരെ എന്ന് കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്, അത് സത്യമാണ്. പക്ഷേ ഞാൻ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തെ MLA ആണ്. പൂഞ്ഞാറിലെ ജനങ്ങളെ ഉപേക്ഷിച്ച് ഒരിടത്തോട്ടും പോകുന്ന പ്രശ്നമില്ല, ബുദ്ധിമുട്ടാണ്. അതായത് താങ്കൾ പാലായിൽ മത്സരിക്കാൻ തയ്യാറാണ്, പൂഞ്ഞാറും കൂടെ കിട്ടുകയാണെങ്കിൽ. പൂഞ്ഞാറ് കൂടി താങ്കളുടെ പാർട്ടി കിട്ടുകയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് സെക്യുലർ ആണല്ലോ PC ജോർജ്. അതായത് അതൊക്കെ ചർച്ചയിലൂടെ വരേണ്ട കാര്യമാണ് നികേഷ്. ഞാനിപ്പോൾ കയറി മുൻകയറി പറയുന്നത് വല്ല പ്രസക്തിയുണ്ടോ? അത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ടോ, ഇടതുപക്ഷ മുന്നണിയിൽ അംഗമാണോ, ഇതൊക്കെ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമല്ലേ? ഘടകകക്ഷിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. കേരളം സെക്യുലറിലേക്ക് വന്നതിന് ശേഷം അതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റൂ. ഞാൻ മുൻകൂർ കയറി അത് പറയുന്നതൊക്കെ ഒരു 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 മര്യാദകേടാണ്. ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കയറി ഈരാറ്റുപെട്ടിരുന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന മര്യാദയാണ്. ഞാനത് ചെയ്യും. ഇതിനകം തന്നെ ഇപ്പോൾ KM മാണിക്കെതിരെ ബാർഗോഴ ആരോപണം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ചു കാലം ഒരു ഇടവേള ലഭിച്ചിരിക്കുകയാണ് KM മാണിക്ക്. മാണിക്കൊരു വർദ്ധിത വീര്യം ഉണ്ടായിട്ടുണ്ടാവില്ലേ കേരള കോൺഗ്രസ് എമ്മിന്? കാരണം PC ജോർജിനെ പോലുള്ളൊരു ശക്തൻ പോയിട്ടും ഒരു ധ്രുവീകരണവും കേരള കോൺഗ്രസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. നികേഷേ, കേരളത്തിൽ ഞാൻ ഇന്നലെ നരിങ്ങാന ഭാഗത്തോട് പോയി. ഞാൻ എത്ര കൊല്ലം കൂടി അവിടെ ചെന്നു, കാരണം ഇപ്പോൾ അവിടെ ഒരു ബന്ധവും എനിക്കില്ല. പാലാ നീയുള്ള കയറി ഒരു വീട്ടിൽ പോലും KM മാണിക്ക് അനുകൂലം എന്നോട് പറഞ്ഞില്ല. PC ജോർജിനെ അല്ല പെരക്കാത്തിരിക്കുന്ന അല്ല നികേഷേ, തെറ്റ്. പെരക്കാത്തിരുന്ന് ചേടത്തിമര ഇറങ്ങി വരുന്നേ ഇതുപോലൊരു കള്ളൻ. മുഴുവൻ റബ്ബർ മേഖലയാണ്. ഒരു 10 രൂപ കയ്യിലെടുക്കാനില്ല. വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വിവരം അറിയാൻ പാടില്ല. എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ എടുത്ത് ചാടുമ്പോൾ? എടുത്തല്ല ചാടുന്നത്, പതുക്കെയാണ് ചാടുന്നത്. എടുത്ത് ചാടിയില്ലല്ലോ. എത്രയോ ദിവസം ഇരുന്ന് ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനം ഇനിയിപ്പോൾ സ്പീക്കർ മുമ്പ് 26-ാം തീയതി കയറണം. 26-ാം തീയതി തന്നെ വിധി പറയാൻ വെച്ചിരിക്കാമെന്നാണ് ഉണ്ണിയാടൻ പറഞ്ഞ കേട്ടാൽ തോന്നുക. അതായത് സ്പീക്കറല്ല അവിടെ, നിയമസഭാ സെക്രട്ടേറിയറ്റ്. സ്പീക്കറുമായിട്ട് PC ജോർജ് താങ്കൾ സംസാരിക്കാറുണ്ട്? പിന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം മിണ്ടാതിരുന്ന് കേൾക്കും. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാറുണ്ട്. അല്ലാതെ അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹം അശക്തനാണ്. ശക്തനായ സ്പീക്കറെ അശക്തനാക്കിയിരിക്കുന്നു എന്നാണ് എൻ്റെ പരാതി. പക്ഷെ ഒരു നിലപാടുള്ള ആളാണെന്നല്ലേ PC ജോർജ് മനസ്സിലാക്കിയിരുന്നു? ഞാൻ അങ്ങനെയല്ലേ പറയാവൂ. ഇപ്പോൾ PC ജോർജിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, രാഷ്ട്രീയ തീരുമാനം ഇതാണ് എന്ന്. അങ്ങനെ പറഞ്ഞാലും അത് ഞാൻ പുറത്ത് പറയുന്ന നികേഷ് കരുതുന്നുണ്ടോ? അത് മര്യാദയാണ്. ഞാൻ പറയാം. പാലായിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്, എന്ത് ചെയ്യും? ഞാനല്ലേ തീരുമാനിക്കും വേണോ വേണ്ടയോ? ഞാൻ എൻ്റെ പാർട്ടിയും തീരുമാനിക്കും. അല്ലാതെ ഇപ്പോൾ വേറൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ PC ജോർജ് ഇരട്ടച്ചങ്ക് എന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം മാണിയുടെ സ്വന്തം തട്ടകത്തിൽ പോയി തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഹൈപ്പ് കിട്ടും. നല്ല എവിടെ സനയിലായിട്ട് ബോധമില്ല ഗുണമില്ലാതിരിക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ പോയെന്ന് വലിയ ആനക്കാര്യമൊന്നുമില്ല. അത്രയൊന്നുമില്ല. മാണി കിടന്ന് നിൽക്കുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം വെച്ചാൽ നികേഷ് സംസാരിച്ച് നോക്ക്. ഇപ്പോൾ കയറി സംസാരിച്ച് നികേഷിനെ അടുത്തിരിക്കുന്ന നികേഷെന്ന് പറഞ്ഞാൽ നികേഷെന്ന് വിളിച്ച് ചിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ തോമാച്ചാന്ന് വിളിക്കും, നികേഷെന്ന് മറന്നു പോകും. ആ നിലയാണ് മാണി. എന്ത് പാഠമാണ് PC ജോർജ് പഠിച്ചത്? ഒരു വലിയ നിരനിരയായിട്ടുള്ള സ്റ്റെപ്സ്, അതിനകത്ത് പടപടേന്ന് പറഞ്ഞ് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് PC ജോർജിനെ കാണും. എന്താണ് ഇതിൽ നിന്ന് പഠിച്ചത്? എനിക്ക് ഈ വീഴുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ. ഞാൻ എവിടെ വീഴാനാണ്? എന്നെ ആർക്ക് വീഴിക്കാൻ പറ്റും? ദൈവം തമ്പുരാനല്ലാതെ. ദൈവം തമ്പുരാൻ എൻ്റെ കൂട്ടത്തിലുള്ളിടത്തോളം കാലം പൂഞ്ഞാലിലെ ജനങ്ങൾ എല്ലായിടത്തോളം എൻ്റെ കൂടെയുണ്ട്. അവിടെ എന്നെ വീഴിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഞാൻ പറയാൻ ശേഷം ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. നിങ്ങൾ കാര്യത്തിലെ പറഞ്ഞുതരാം. ഈരാറ്റുപേട്ടക്കാരൻ്റെ സംസ്കാരം ഒരു പ്രത്യേക സംസ്കാരമാണ്. അവനങ്ങനെ തോറ്റു ഓടുന്നവനല്ല. ഒരു വിഷമവുമില്ല താങ്കളെ സംബന്ധിച്ചിടത്തോളം? ഒരു വിഷമം. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ആർജവത്തോടു കൂടി മുന്നോട്ട് പോട്ടെ. വളരെ നന്ദി PC ജോർജ്. എല്ലാ ഭാവങ്ങളും.
Nucleus Properties Close Encounter, brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് വിരൽത്തുമ്പിലെ സൂര്യൻ.